അയാളോട് ഈ ഭാര്യ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. ചില ആളുകൾ അങ്ങനെയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ പറയുന്നത് കേൾക്കത്തുള്ളൂ. അവർക്ക് താല്പര്യമില്ല അയാളെ നോക്കാൻ. നമസ്കാരം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന പാട്ട് ഒരുവിധപ്പെട്ട മലയാളികളൊക്കെ അറിയാവുന്നൊരു പാട്ടാണ്. അത് സന്ദർഭം വേറെയാണെന്ന് പറഞ്ഞാലും ചില ആൾക്കാരുടെ ജീവിതത്തിലെ അനുഭവത്തിലേക്ക് വരുമ്പം ഈ പാട്ട് വളരെ അനുയോജ്യമായ ഒരു പാട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രവാസി, അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് വിദേശത്തായിരുന്നു. പല പല രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്തു. ഏകദേശം ഒരു 10-35 വർഷത്തിന് മേളിൽ പ്രവാസിയായി അദ്ദേഹം കഴിഞ്ഞു. അദ്ദേഹം വിവാഹം കഴിച്ച സമയത്ത് ഭാര്യയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ സ്ഥലത്തു നിന്നും അദ്ദേഹം ഭാര്യ വീട്ടിലേക്ക് അങ്ങ് താമസം മാറി. ചില ആളുകൾ അങ്ങനെയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ പറയുന്നത് കേൾക്കത്തുള്ളൂ. അതുവരെ വളർത്തി വലുതാക്കി അപ്പനെയും അമ്മയും അല്ല വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിട്ട് ഭാര്യയോട് അങ്ങ് പറ്റിച്ചേർന്നങ്ങ് പോവും. തെറ്റൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. അത് ശാശ്വതമായി മുന്നോട്ട് പോയാൽ നല്ലതാണ്. ഇല്ലാതെ വരുന്ന ചില സന്ദർഭങ്ങളിൽ ഈ പറയുന്ന വ്യക്തിക്ക് അനുഭവിച്ച പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മനുഷ്യന് അയാളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ, നാട്ടിലുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ വിറ്റു, ആ പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ അതിൽ നിന്ന് വിറ്റ് കിട്ടിയ കാശെല്ലാം കൂടെ ഭാര്യയുടെ പേരിൽ നാട്ടിൽ ഒരു ബാങ്കിലിടുകയും അവിടെ കുറേ വസ്തുവൊക്കെ മേടിച്ച് ഭാര്യ വീട്ടിലേക്ക് തന്നെ അങ്ങ് താമസമായി. ഈ വസ്തുവൊക്കെ നാട്ടിലുള്ള അയാളുടെ സ്വന്തം വസ്തുവൊക്കെ വിറ്റതിൻ്റെ പേരിൽ അയാളുടെ ബന്ധുക്കൾ തമ്മിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ട്. സഹോദരങ്ങൾ തമ്മിൽ വലിയ സ്നേഹബന്ധത്തിലൊന്നും അല്ല. പക്ഷേ അയാൾ അത്ര കാര്യമാക്കിയില്ല. ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്, ഗൾഫിലേക്ക് തന്നെ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് പോയി. അപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്തുള്ള സമ്പാദ്യം മുഴുവനും നാട്ടിൽ ഭാര്യയ്ക്കും അല്ലെ മക്കളുടെ പഠന ചിലവിനായിട്ടൊക്കെ അയാൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 10-35 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ച് നാട്ടിലേക്ക് വരികയും ഭാര്യയോടെ മുന്നോട്ട് ജീവിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുകയും വഴക്കുകളാകുകയും അയാൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പം അയാളോട് ഈ ഭാര്യ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്.